SDPIയുമായി അവർ നമ്മളെ പിന്തുണച്ചാൽ എന്താണ് കുഴപ്പം എന്നിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ SDPIയുമായും മുഖ്യമന്ത്രി കൂടും, PDPയുമായും മുഖ്യമന്ത്രി കൂടും, മുഖ്യമന്ത്രി RSSുമായിട്ടും കൂടും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. കൃത്യമായ അവസരവാദമാണ് ഇത്. CPMന്റെ അവസരവാദമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവസരവാദമാണ്. എല്ലാ ന്യൂനപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുക. എന്ത് ചെയ്താലും ജയിക്കില്ല. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പ് സെക്കുലറാണ് എന്ന് തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. SDPIയുമായി കൂട്ടുകൂടുമ്പോൾ ആ പിണറായി വിജയൻ ആദ്യം പോയി ചെയ്യേണ്ടത് SDPIക്കാർക്ക് ഒന്ന് അഭിമന്യുവിൻ്റെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കളുടെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. ആദ്യം അഭിമന്യുവിന്, എൻ്റെ കയ്യിലുണ്ട് അന്നത്തെ ദേശാഭിമാനി പത്രം, അവർ കൊന്നതാണ് എന്ന് പറഞ്ഞ്, അഭിമന്യുവിനെ കൊന്നതാണ് എന്ന് പറഞ്ഞു. എന്തൊരു പ്രചരണമായിരുന്നു അഭിമന്യുവിന് വേണ്ടി നടത്തിയ പ്രചരണം. ആ രക്തസാക്ഷികളോട് പോലും നീതി കാണിച്ചില്ലല്ലോ. ഇപ്പം എന്താ നടക്കുന്നത്? ഇപ്പം മുഖ്യമന്ത്രി ഞങ്ങളോട് വയനാട്ടിലെ കണക്ക് ചോദിക്കുക. വയനാട്ടിലെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, വയനാട്ടിലെ കണക്ക് അത് പണി പൂർത്തിയാകുമ്പോൾ ഞങ്ങളെ കണക്ക് അവതരിപ്പിക്കും. ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുമ്പോഴാണ് അതിൻ്റെ കണക്ക് അവതരിപ്പിക്കും. അത് പബ്ലിക്കിനോടാണ് പറയുന്നത്. CPMന് കണക്ക് കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. പബ്ലിക്കിനോട് ഞങ്ങൾ അവിടുത്തെ പ്രോജക്റ്റ് പൂർത്തിയാക്കുമ്പോൾ പറയും. ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വരുന്ന മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് ആ പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പൈസ ആ ഏരിയ സെക്രട്ടറി MLAയും കൂടി എവിടെ മുക്കിയെന്ന് ആദ്യം അന്വേഷിക്കും. അഭിമന്യുവിൻ്റെ വേണ്ടിയിട്ട് പൈസ പിരിച്ചത് എവിടെ മുക്കിയെന്ന് അന്വേഷിക്കും സ്വന്തം പാർട്ടിക്കാർ. തിരുവനന്തപുരത്ത് പ്രവീണിന് വേണ്ടി രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അതെവിടെ മുക്കിയെന്ന് അന്വേഷിക്കും. സ്വന്തം പാർട്ടിക്കാർ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ട് വരെ മുക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ നേതാവെന്ന നിലയിൽ സ്വന്തം പാർട്ടിക്കാർ പാവപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബത്തിനെന്ന പേരിൽ നടത്തിയ ഫണ്ട് മുക്കിയതിനെക്കുറിച്ച് അത് അന്വേഷിച്ചിട്ട് ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വന്നാൽ മതി. അത്രയൊന്നും മുഖ്യമന്ത്രി ഞങ്ങളോട് കണക്ക് ചോദിക്കേണ്ട. മുഖ്യമന്ത്രി ആദ്യം പോയി കണക്ക് ചോദിക്കും. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വന്നാൽ മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.